കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ബൗണ്ടി വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാലോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള ബൗണ്ടി നമുക്ക് വീട്ടിലുണ്ടാക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് അതിലേക്കൊരു 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് ചേർത്തെന്ന് വെച്ചാൽ പാല് പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് കോമ്പൗണ്ട് ആണ്. വൈറ്റ് കോമ്പൗണ്ടോ വൈറ്റ് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു 25 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ 20 രൂപയുടെ മിൽക്കി ബാർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇത് ഏകദേശം ഒരു 25 ഗ്രാം തന്നെയാണ് വരുന്നത്. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് വെച്ച് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതങ്ങ് നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് പെട്ടെന്ന് തിക്കായിട്ടിങ്ങ് വരും. ഒരുപാട് പേര് കേക്ക് റെസിപ്പിക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് കേക്ക് റെസിപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൈ ചെറുതായിട്ടൊന്ന് പണി തന്ന റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. ഇപ്പം ചിക്കുവാണ് ഇതൊക്കെ ചെയ്യുന്നത്. സുഖമായിട്ട് ഞാൻ ഉടനെ തന്നെ കേക്ക് റെസിപ്പി ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ കേക്കുകളൊക്കെ വേണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വരാം കേട്ടോ. ഇതിപ്പം തിക്കായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിക്കാവേ. കുറച്ച് നല്ല തിക്കാക്കി നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളത് കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം ആക്കിയെടുക്കാൻ. പെട്ടെന്നാവും. നമ്മൾ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മളതങ്ങ് എല്ലാം ഒന്ന് ഷേപ്പാക്കി വെക്കുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിലേക്ക് അങ്ങ് ആക്കിയാൽ മതി. നമുക്ക് പ്ലേറ്റിലിട്ട് തന്നെ നമുക്കങ്ങ് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണ സ്പാച്ചുല വെച്ച് നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതോടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൂടെ സ്കെയിലൊക്കെ വെച്ച് അളന്നിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. സ്കെയിലില്ലെങ്കിലും കുഴപ്പമില്ല, ഏകദേശം വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആദ്യം 2 പീസായിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ തിരിച്ച് വെച്ച് നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാം. 4 പീസാക്കിയിട്ടുണ്ട്. അറ്റത്ത് കുറച്ച് വലുതാണ്, അപ്പോൾ അതൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് 2 പോർഷനും കൂടെ ഒരുമിച്ചാക്കി ഒറ്റയാക്കി എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 11 എണ്ണം ഉണ്ട്. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ബൗണ്ടിയുടെ ഷേപ്പില്ലേ, 2 സൈഡിലും ഇങ്ങനെ ഓവൽ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ്. അത് അങ്ങനെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. കുറച്ച് നല്ല തിക്കായിട്ടിരിക്കട്ടെ. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഡയറി മിൽക്കാണ്. ഒരു പാക്കറ്റ് ഡയറി മിൽക്കാട്ടോ എടുക്കുന്നത്. ഒരു 100 ഗ്രാം ഉണ്ടത്. ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചോക്ലേറ്റ് ചൂടാക്കാൻ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കിട്ടില്ല, കട്ടിയായി പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡയറി മിൽക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 100 രൂപയുടെ ഡയറി മിൽക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിൽ ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ ഈ ബൗള് വെള്ളത്തിൽ മുട്ടാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവി വെള്ളം ഈ പാത്രത്തിൽ വീഴാതിരിക്കാനോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. അത് ഇപ്പോൾ വീട്ടിൽ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിരുന്നാൽ മതി. മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടി ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ടും എടുക്കാം. അത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഡാർക്ക് കോമ്പൗണ്ട് മാത്രമായിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഡാർക്ക് കോമ്പൗണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്ര പോലും ചിലവ് വരില്ല. എന്നാൽ ഡയറി മിൽക്ക് എടുത്താൽ പോലും നമുക്ക് നല്ല ലാഭമാണ്. ബൗണ്ടി നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഡയറി മിൽക്ക് ആണെങ്കിൽ പൊട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് പോലെയോ ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് പോലെയോ മിൽക്ക് കോമ്പൗണ്ട് പോലെ ഒന്നുമല്ല. കുറച്ചുകൂടെ സോഫ്റ്റാണ് റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ബൗണ്ടി കഴിക്കുന്ന ആ ഒരു ഇതിൽ അത്രയും ഒരു കട്ടി നമുക്ക് ഡയറി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയാൽ കിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ടേസ്റ്റ് കൂടുതൽ ഡയറി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും. പക്ഷേ ടെക്സ്ചർ വൈസും കാണാനും ഒക്കെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക മിൽക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ, മിൽക്ക് കോമ്പൗണ്ട് ഒക്കെ എടുക്കുമ്പോഴാണ്. ഇത് മതി. ഇതിൽ നമ്മൾ പാലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒഴിക്കരുത്. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടത്. ഈ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ. ഒരുപാടൊക്കെ തണുത്ത് പോവുകയും ചെയ്യേണ്ട, എന്നാൽ നല്ല ചൂടും വേണ്ട. ആ ഒരു പരുവത്തിന് മതി.
അപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് വെച്ച കോക്കനട്ട് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. വലിയ ഒരു ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, എന്നാലും അത്യാവശ്യം ചൂടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചെല്ലാം ഒന്ന് കവർ ചെയ്തെടുത്ത് 2 ഫോർക്ക് വെച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അത് മാത്രമല്ല ബാക്കിയുള്ള ചോക്ലേറ്റ് അതിലേക്ക് വീണ് പോവുകയും ചെയ്തോളൂ. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒരു നൈഫ് വെച്ച് പതുക്കെ ഒന്ന് അവർ ഷേപ്പാക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ കോട്ടിങ് മാത്രമേ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ 2 കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇതിന് ഷേപ്പൊന്നും കൊടുക്കണ്ട, രണ്ടാമത് ചെയ്യുമ്പം ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തിരുന്നാൽ മതി. അത് അവസാനം കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് 3 എണ്ണം മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് മുക്കിയെടുക്കാനില്ല. ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ വെച്ച് കൊടുക്കാം. ഒന്ന് കട്ടിയായിട്ട് വരാൻ, പെട്ടെന്ന് തന്നെ കട്ടിയായി വന്നോളൂ. ചിക്കു ശരിക്കും പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് മെസ്സി ആയിട്ടാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ എങ്ങനെയായാലും നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് മെസ്സി ആവും കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പുറമേക്ക് തെറിച്ച് നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒരു ഷേപ്പാക്കി എടുക്കാം. കത്തി വെച്ചങ്ങ് എടുത്തിരുന്നാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ വീട്ടിലാവശ്യത്തിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബൗണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കട്ടാവുന്നുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ ബൗണ്ടി നല്ല സ്റ്റൈലായിട്ടിരിപ്പുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ശരിക്കും ബൗണ്ടി കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. ആ ഉള്ളിലത്തെ ആ ഫീലിംഗ് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് ശരിക്കും ആ ഒരു ടോഫിയുടെ ടേസ്റ്റ് തന്നെയാണുള്ളത്. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് മതി കേട്ടോ. ഈ ഒരു ഡയറി മിൽക്ക് വെച്ച് ഇത്ര മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 50 ഗ്രാം വാൻ ഹുട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റുമാണ്. ഡാർക്ക് കോമ്പൗണ്ട് ആയാലും മതി. നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നേരത്തെ മെൽറ്റ് ചെയ്ത പോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ റാക്ക് ഉണ്ടെങ്കിൽ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തിങ്ങനെ അതേപോലെ തന്നെ എടുത്തിരുന്നാലും മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒറിജിനൽ ബൗണ്ടി ഒന്ന് നോക്കാം. ഇതാണ് ഒറിജിനൽ ബൗണ്ടി. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഒറിജിനൽ ബൗണ്ടി മുറിച്ചത്. ഇനി നമുക്ക് ഇപ്പം ഡബിൾ കോട്ടിങ് ചെയ്തിട്ടുള്ള നമ്മുടെ ബൗണ്ടി മുറിച്ച് നോക്കാം. ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട് ചോക്ലേറ്റിന്. ഉള്ളിലത്തെ ലെയറും ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ആക്കിയിട്ടാണല്ലോ. നല്ല മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മാത്രം എടുത്തിരുന്നാൽ മതി. അപ്പോൾ സെയിം കളറും കിട്ടും. ഇപ്പം 2 കോട്ടിങ് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് മാത്രം വെച്ച് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറ്റ ലെയർ കോട്ടിംഗ് ഉള്ള ഒറിജിനൽ ബൗണ്ടി, പിന്നെ നമ്മുടെ ഡബിൾ ലെയർ കോട്ടിംഗ് ഉള്ള ബൗണ്ടി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.